സാങ്കല്പികമായി നമ്മളെല്ലാം പറയാറുണ്ട് വയനാട് ഒരു തുറന്ന ജയിലിനുള്ളിലാണെന്ന്. പക്ഷെ അത് അക്ഷരാർത്ഥത്തിൽ ശരിയാകുന്ന ഒരു സാഹചര്യത്തിലൂടെയാണ് നമ്മൾ കടന്നു പോകുന്നത്. കാലവർഷം ശക്തി പ്രാപിക്കുന്നതോടുകൂടി ഈ എല്ലാ ചുരങ്ങളും ഇടിയുകയും ഗതാഗത കുരുക്കിൽ അമരുകയും ചെയ്യുന്നതോടുകൂടി നമുക്കറിയാം ഏകദേശം 365 ദിവസവും താമരശ്ശേരി ചുരം ഏകദേശം ഗതാഗത കുരുക്കിൽ തന്നെയാണ്. അതിന് കാലവർഷം മാത്രം കടന്നു വരണമെന്നില്ല. അപ്പോൾ യഥാർത്ഥത്തിൽ ഈ ചുരങ്ങളെല്ലാം ബ്ലോക്ക് ആവുന്നതോടുകൂടി വയനാട് ഒറ്റപ്പെടുന്നത് ഒരു വിധത്തിലല്ല, എല്ലാ വിധത്തിലും വയനാട് ഒറ്റപ്പെടുകയാണ് എന്നതാണ് ശരി. നമുക്കറിയാം നമ്മുടെ ആതുര ശുശ്രൂഷ മേഖലയ്ക്ക് അടിസ്ഥാനപരമായ സൗകര്യങ്ങൾ ഇല്ല. വിദ്യാഭ്യാസ മേഖലയിൽ ഉന്നത സ്ഥാപനങ്ങളില്ല. അതുപോലെ തന്നെ നമുക്ക് റെയിൽ കണക്ടിവിറ്റി ഇല്ല. വിമാന സർവീസുകൾ വയനാട്ടിലേക്ക് വരണമെങ്കിൽ നമ്മൾ മറ്റ് ജില്ലകളെ ആശ്രയിക്കണം. ഇങ്ങനെയുള്ള പല ഘടകങ്ങളുണ്ട്. ജോലിയെ ആശ്രയിച്ച് പുറത്തേക്ക് പോകുന്ന ആയിരക്കണക്കിന് കുട്ടികൾ, ഇങ്ങനെയൊക്കെ എല്ലാ തരത്തിൽ സാധാരണക്കാരുടെയും എല്ലാം ബന്ധപ്പെട്ട് കിടക്കുന്ന ഒരു മേഖല കൂടിയാണ് എന്ന് നമ്മൾ മനസ്സിലാക്കണം ഈ റോഡ് ഗതാഗത സർവീസുകൾ. ഇതിനെല്ലാം ഈ സാധാരണക്കാരെ ആശ്രയിക്കുന്നത് ഈ ചുരങ്ങളെ തന്നെയാണ്. ഈ ചുരം ഏതെങ്കിലും കാരണവശാൽ ബ്ലോക്കായി കഴിഞ്ഞാൽ നമുക്ക് മറ്റ് സംസ്ഥാനങ്ങളെയോ മറ്റ് ജില്ലകളെയോ ബന്ധപ്പെടാൻ കഴിയുകയില്ല. അപ്പോൾ ചുരുക്കത്തിൽ ഈ റോഡ് ഗതാഗത മാർഗ്ഗങ്ങൾ സ്തംഭിക്കുന്നതോടുകൂടി അക്ഷരാർത്ഥത്തിൽ വയനാട് എല്ലാ വിധത്തിലും സ്തംഭിക്കുകയാണെന്ന് നമ്മൾ തിരിച്ചറിയേണ്ടിയിരിക്കുന്നു. അപ്പോൾ വയനാടിൻ്റെ അടിസ്ഥാന സൗകര്യ വികസനത്തിന് അല്ലെങ്കിൽ വയനാടിൻ്റെ നിലനിൽപ്പിന് വയനാട് ഇന്ന് ആവശ്യപ്പെടുന്ന മേഖലകളുടെ എല്ലാ കാര്യങ്ങൾക്കും നമ്മൾ ഏറ്റവും കൂടുതൽ മനസ്സിലാക്കിയിരിക്കേണ്ട ഒരു കാര്യം അടിസ്ഥാനപരമായി റോഡ് വികസനങ്ങൾ കൂട്ടുക എന്നുള്ളത് തന്നെയാണ്. അതിൽ ഏറ്റവും പ്രാധാന്യമായി നമ്മൾ കണക്കാക്കേണ്ടത് ചുരം ഒഴിവാക്കിക്കൊണ്ടുള്ള ബദൽ പാതകൾ വയനാടിന് വേണം. എങ്കിൽ മാത്രമേ വയനാട് ഇന്ന് അഭിമുഖീകരിക്കുന്ന എല്ലാ പ്രശ്നങ്ങൾക്കും ശാശ്വതമായ ഒരു പരിഹാരം നമുക്ക് കണ്ടെത്താൻ കഴിയുള്ളൂ എന്നത് അടിവരയിട്ട് പറയേണ്ട കാര്യം തന്നെയാണ്. വികസനങ്ങൾക്ക് നമ്മൾ ഒരിക്കലും എതിരല്ല. വയനാട്ടിലേക്ക് ടണൽ പാതകൾ വരുന്നതും മറ്റ് ബദൽ പാതകൾ വരുന്നതെല്ലാം സ്വാഗതാർഹം തന്നെയാണ്. പക്ഷേ മേപ്പാടി ആനിക്കാൽ തുരങ്കപാതയെയും പൂഴിത്തോട് പടിഞ്ഞാറത്തറ പാതയെയും നമ്മൾ താരതമ്യ പഠനം നടത്തുമ്പോൾ വലിയൊരു അനീതിയുടെ കഥയും കൂടി ഇതിൻ്റെ പിന്നിലുണ്ടെന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. ഒന്ന്, ഏകദേശം 23.5 ഹെക്ടറോളം വനഭൂമി, അതായത് 52 ഏക്കർ വനഭൂമി നഷ്ടപ്പെടുന്നുവെന്ന് 1994 വനം വകുപ്പ് കണ്ടെത്തുകയും അതിന് ബദലായി വയനാട് ജില്ലയിലെ തരിയോട്, പടിഞ്ഞാറത്തറ, തൊണ്ടർനാട്, വെള്ളമുണ്ട പഞ്ചായത്തുകളിലും കോഴിക്കോട് ജില്ലയിലെ ചക്കിട്ടപ്പാറ, ചങ്ങരോത്ത് പഞ്ചായത്തുകളിലുമായി നമ്മൾ 104 ഏക്കർ ഭൂമി വനം വകുപ്പിന് വിട്ടുകൊടുത്തിട്ടുണ്ട്. ആ ഭൂമി അത്രയും ഇന്ന് വനമായി മാറുകയും ചെയ്തിട്ടുണ്ട്. വനഭൂമിയുടെ അളവാണ് പ്രശ്നമെങ്കിൽ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു പ്രധാനപ്പെട്ട ഘടകം മേപ്പാടി ആനിക്കാമ്പൊയിൽ തുരങ്കപാതയ്ക്ക് നഷ്ടപ്പെടുന്നു എന്ന് വനഭൂമിയുടെ അളവ് 34 ഹെക്ടർ ആണെന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. ഒന്ന്. രണ്ടാമത്, ഇവിടെ നഷ്ടപ്പെടുന്നു എന്ന് പറയുന്ന വനഭൂമിയേക്കാളും 10 ഹെക്ടർ കൂടുതൽ വനഭൂമി മേപ്പാടി ആനിക്കാമ്പൊയിൽ തുരങ്കപാതയ്ക്ക് വേണ്ടി നഷ്ടപ്പെടുന്നുണ്ട്. രണ്ടാമത്തെ പ്രധാനപ്പെട്ട ഘടകമെന്ന് നമ്മൾ പറയുന്നത് പൂഴിത്തോട് പടിഞ്ഞാറത്തറ പാതയ്ക്ക് വേണ്ടി ഏകദേശം 183ഓളം കുടുംബങ്ങൾ പാത വീതി കൂട്ടുന്നതിനായി ഭൂമി വിട്ടു നൽകിയത് 1 രൂപ പോലും പ്രതിഫലം വാങ്ങാതെയാണ്. പക്ഷേ ഇവിടെ വിവരാവകാശ രേഖകൾ നമ്മൾ പരിശോധിക്കുമ്പോൾ മേപ്പാടി ആനിക്കാമ്പൊയിൽ തുരങ്കപാതയ്ക്ക് വേണ്ടി പാത വീതി കൂട്ടുന്നതിനായും സർവീസ് റോഡുകൾ ഉണ്ടാക്കുന്നതിനും ഭൂമി ഏറ്റെടുത്തത് പൊന്നും വില നൽകിക്കൊണ്ടാണ്. ഒന്ന്. മൂന്നാമത്തെ പ്രധാനപ്പെട്ട ഘടകം 300-നും 500 കോടിക്കും ഇടയിൽ പൂഴിത്തോട് പടിഞ്ഞാറത്തറ പാതയുടെ ഇനി ശേഷിക്കുന്ന ദൂരം പൂർത്തിയാക്കാൻ കഴിയുമെന്ന് പൊതുമരാമത്ത് വിഭാഗം പറയുമ്പോൾ മേപ്പാടി ആനിക്കാമ്പൊയിൽ തുരങ്കപാതയുടെ പ്രാഥമിക ഘട്ടം വകയിരുത്തിയിരിക്കുന്ന തുകയെന്ന് പറയുന്നത് 2134 കോടി രൂപയാണ്. അപ്പോൾ ഇത്തരത്തിലുള്ള നീതികേടുകൾ സാധാരണക്കാരുടെ നികുതി പൈസ കൊണ്ട് നമ്മുടെ നാട്ടിൽ നടക്കുമ്പോൾ ഒരു തരത്തിലും നമുക്കതിനെ അംഗീകരിക്കാനോ തുലനം ചെയ്യുവാനോ കഴിയില്ല. അപ്പോൾ ഈ ഒരു കാര്യങ്ങളിൽ നമ്മൾ മനസ്സിലാക്കേണ്ടത് സ്റ്റേറ്റ് ഗവൺമെൻറ് കഴിഞ്ഞ 31 വർഷമായി കേന്ദ്ര വനം പരിസ്ഥിതി മന്ത്രാലയത്തെ കുറ്റം പറഞ്ഞുകൊണ്ട് കാലം കഴിച്ചപ്പോൾ ഇതൊക്കെ നിശ്ചയദാർഢ്യത്തോടെ മുന്നോട്ടിറങ്ങിയാൽ നടപ്പിലാക്കാൻ കഴിയുന്നതേ ഉണ്ടായിരുന്നുള്ളൂ എന്ന് മേപ്പാടി ആനിക്കാമ്പൊയിൽ തുരങ്കപാതയുടെ നിർമ്മാണം നമ്മളെ പഠിപ്പിച്ചിട്ടുണ്ട്. അപ്പോൾ പ്രത്യേക താല്പര്യങ്ങളാണ് പൂഴിത്തോട് പടിഞ്ഞാറത്തറ പാതയെ ഇങ്ങനെ ഫയലിൽ ഉറക്കിയത് എന്നാണ് നമ്മൾ മനസ്സിലാക്കിയിരിക്കേണ്ടത്.